പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാന അനുഭവധ്യാനത്തിൻ്റെ 11ാം നാളിലേക്ക് നാം പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച്. ഇന്നലെ പരിശുദ്ധ കുർബാന എന്തിന് ഈശോ സ്ഥാപിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരമാണ് കണ്ടെത്തിയത്. ജീവിതയാത്രയിൽ തളർന്നു വീഴാതിരിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്നും അപ്പം നമുക്ക് തന്നു. യാത്രാ ഭക്ഷണമായി, പാഥേയമായി ആ അപ്പം നമ്മുടെ കൂടെ ഉണ്ടാകണം. ഇന്ന് കുർബാന എന്തിന് സ്ഥാപിച്ചു എന്ന ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഉത്തരമാണ് നാം കാണാൻ ശ്രമിക്കുന്നത്. അതിന് ഇങ്ങനെ ഞാൻ ചുരുക്കി പറയുന്നു: നമ്മുടെ ബലഹീനമായ മനുഷ്യപ്രകൃതിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവം നമുക്ക് കുർബാന നൽകുകയായിരുന്നു. മൂന്നാമത്തെ ഗഹന്ത പ്രാർത്ഥനയിലെ നമ്മളിങ്ങനെ ചെല്ലുന്നുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗത്ത് കുദാശാവചനങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നാളെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം മനസ്സിലേക്ക് വരണം. ഞാൻ ഇങ്ങനെ ചുരുക്കി പറയാം. നമ്മളെല്ലാം ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ മനുഷ്യപ്രകൃതി ഉള്ളവരാണ്. മനുഷ്യരാണല്ലോ. മനുഷ്യപ്രകൃതിയുടെ പ്രത്യേകത എന്താണ്? പാപപ്രവണതകൾ അല്ലെങ്കിൽ സിൻഫുൾ ടെൻഡൻസീസ് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നോമ്പ് കാലത്ത് നാവിൻ്റെ പരിശുദ്ധി പാലിക്കും, കുറ്റം പറയില്ല, തീരുമാനമെടുത്ത് പക്ഷേ 2 ദിവസങ്ങൾക്കുള്ളിൽ വീണ് കാണും. കണ്ണിൻ്റെ പരിശുദ്ധി പാലിക്കുമെന്ന് പറഞ്ഞു, ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞു, പക്ഷെ ചുരുങ്ങിയത് ഉള്ളിലെങ്കിലും അമർഷമുണ്ടാകാറുണ്ടല്ലോ. നെഗറ്റീവ് ചിന്തകൾ പലപ്പോഴും വരുന്നു. ഒരുപക്ഷെ വിശുദ്ധി പാലിച്ച് ജീവിക്കുന്ന അനേകരി ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടാകും. അവരൊക്കെ ദൈവത്തിന് കൂടുതൽ നന്ദി പറയുന്നു. പക്ഷേ നന്നായി ജീവിക്കാൻ ഉള്ളിൽ കെടാത്തിയ ആഗ്രഹമുണ്ടായിട്ടും നിരന്തരം വീണുപോകുന്ന എന്നെപ്പോലെയുള്ള ആവറേജ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനചിന്ത പങ്കുവയ്ക്കുന്നത്. ഞാൻ വെറുതെ എളിമപ്പെടാൻ വേണ്ടി പറയുന്നതല്ല. അസൂയാവഹമായ വിശുദ്ധി പാലിക്കുന്ന അനേകർ, പ്രത്യേകിച്ചും ആത്മായ സുഹൃത്തുക്കൾ, ജീസസ് യൂത്തിലുള്ള കുട്ടികളെയൊക്കെ എനിക്കറിയാം. പക്ഷേ പാപപ്രവണതകൾ നിറഞ്ഞ ഈ പ്രകൃതിയിലേക്ക് ദൈവപ്രകൃതി നിറയാൻ വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് കുർബാന എന്ന ബോധ്യമുണ്ടായാൽ നമുക്കും ഈ യാത്ര കുറെ കൂടി എളുപ്പമാകും. നമ്മുടെ ഹ്യൂമൻ നേച്ചറിലേക്ക് ഡിവൈൻ നേച്ചർ വന്ന് വീഴുകയാണ് എപ്പോൾ? കുർബാന സ്വീകരിക്കുമ്പോൾ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 56-ാമത്തെ വാക്യം എന്നെ എന്നും അലോസരപ്പെടുത്തുന്ന ഒരു വചനമാണ്. നല്ലതാണ്. എൻ്റെ വചനം ഭക്ഷിക്കുകയും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. വളരെ സിമ്പിളാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അനേക നാളുകളായിട്ട് ധ്യാനിക്കുമ്പോൾ 2ാം ഭാഗം ഓൾറൈറ്റാണ്, ദൈവം എൻ്റെ ഉള്ളിൽ. പക്ഷെ ആദ്യ ഭാഗം എന്താണ്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിൽ. നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ ഉള്ളിൽ ആവുകയാണ്. ദൈവവുമായി ഒന്നു ചേരുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്തോ അത് മുഴുവൻ അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. ഒരു രഹസ്യമാണല്ലോ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് തന്നെ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് കുറച്ചെനിക്ക് കിട്ടി. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വളരുന്ന 9 മാസം അമ്മയാണ് ആഹരിക്കുന്നത്. അമ്മ ആണ് കുഞ്ഞിൻ്റെ ആഹാരം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ആവുകയാണ്. യോഹന്നാൻ ഈശോയുടെ വക്ഷസിലേക്ക് ചാരി കിടക്കുന്നതൊക്കെ ഞാൻ വല്ലപ്പോഴും എങ്കിലുമൊക്കെ ധ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ ഒരു ദിവസം ഡാനിയേലത്തിലൊരു പ്രഭാഷണത്തിൽ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ലോവർ ലെവലിലുള്ള ഭക്ഷണം ഹയർ ലെവലിലുള്ളതിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇന്ന് രാവിലെ കപ്പ ബിരിയാണി തിന്നുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണല്ലോ. പക്ഷേ ഉച്ചയാകുമ്പോൾ എന്താണ്? ഈ കപ്പയും ഈ പോത്തിൻ്റെ എല്ലും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. കാരണം കപ്പയും മൃഗവും മനുഷ്യൻ എന്ന എൻ്റെ മുൻപിൽ നിസ്സാരമാണ്. ഞാൻ ഹയർ ലെവലിലുള്ള ആളായതുകൊണ്ട്, മനുഷ്യനായതുകൊണ്ട്, ജീവികളുടെ തലത്തിലുള്ള അല്ലെങ്കിൽ ചെടികളുടെ തലത്തിലുള്ള ആ വെജിറ്റേറ്റീവ് ലൈഫ്, ആനിമൽ ലൈഫ് എൻ്റെ ഹ്യൂമൻ ലൈഫിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. ഇത് ജീവശാസ്ത്രത്തിൽ സുവോളജിയിൽ ഇതിന് അടിസ്ഥാനമുണ്ടോ എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും അറിയില്ല. പക്ഷേ അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാണ്? ഉയർന്ന ഗ്രേഡിൽ ഉള്ള യേശുവിൻ്റെ ശരീരവും രക്തവും താഴ്ന്ന ഗ്രേഡിലുള്ള ഞാൻ സ്വീകരിക്കുമ്പോൾ
ഞാൻ ഉയർന്ന ലെവലിലുള്ള, താഴ്ന്ന ലെവലിലുള്ള ഞാൻ ഉയർന്ന ലെവലിലുള്ള യേശുവിൻ്റെ ദൈവത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. നിങ്ങൾക്കിത് മനസ്സിലായോ എന്നറിയില്ല. നമ്മുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മനുഷ്യരായ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പ്രകൃതി വന്ന് നിറയുകയാണ്. നമ്മുടെ ഉള്ളിലെ പാപപ്രവണതകൾ അങ്ങനെയാണ് മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഈ വീഞ്ഞും വെള്ളവും ചേർക്കുമ്പോൾ, വീഞ്ഞ് ദൈവപ്രകൃതിയുടെയും വെള്ളം മനുഷ്യപ്രകൃതിയുടെയും പ്രതിരൂപമാണ്. ഞാൻ സാധാരണഗതിയിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കുമ്പോൾ ഒരു സെക്കൻഡെങ്കിലും ഓർക്കാറുണ്ട്, കർത്താവേ, ഈ ബലിയിൽ പങ്കെടുക്കുന്നവരുടെയും അർപ്പിക്കുന്ന എൻ്റെയും മനുഷ്യപ്രകൃതിയെ ഞാൻ ഇങ്ങോട്ട് ചേർക്കുന്നു. അത് കിട്ടിയത് ഈ മലങ്കര കുർബാനയിൽ കാസായിൽ വെള്ളം ഒഴിക്കുമ്പോൾ വൈദികൻ സ്വകാര്യമായിട്ട് ചെല്ലുന്ന പ്രാർത്ഥനയുണ്ട്. എന്താണ്? ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവത്വം ഞങ്ങളുടെ മനുഷ്യത്വവുമായി യോജിച്ചതുപോലെ ഈ വെള്ളം ഈ വീഞ്ഞുമായി യോജിക്കുവാൻ നീ ഇടയാക്കണമേ. സിറുമലബാർ കുർബാനയിൽ അച്ഛൻ ചെല്ലുന്നത് വീഞ്ഞ് വെള്ളത്തോടും വെള്ളം വീഞ്ഞിനോടും കലർത്തപ്പെടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈശോ മനുഷ്യനായത് നമ്മെ ഓരോരുത്തരെയും ദൈവികരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല, അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, നമ്മൾ പാഥേയം എന്ന വാക്ക് പറഞ്ഞു. അന്ത്യോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അതിന് പറയുന്നത് അമർത്യതയുടെ ഔഷധം എന്നാണ്. കുർബാന അമർത്യതയുടെ ഔഷധം, മരിച്ചു പോകാതെ നിലനിൽക്കുന്ന ഒരു ഔഷധമാണ്. അത് മരിക്കാതിരിക്കാനുള്ള മരുന്ന് എന്നതിനേക്കാൾ യേശുവിൽ എപ്പോഴും ജീവനുണ്ടാകാനുള്ള സാധ്യത എവിടെയുണ്ട്. പിന്നീട് അതിനുശേഷമാണ് തേദോർ പറയുന്നുണ്ട്, കുർബാന അമർത്യതയുടെ അപ്പമാണ്. ഔഷധം രോഗം വരുമ്പോൾ കഴിക്കാനുള്ളതാണ്, പക്ഷേ അപ്പം എന്താണ്? ജീവൻ നിലനിർത്താനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ധ്യാനിച്ച വചനമുണ്ടല്ലോ, 1 കൊരിന്തോസ് 15:50, നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബലഹീനമായ പ്രകൃതിയെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ബലഹീനതകൾ ഓരോന്നും നമ്മളെല്ലാ ദിവസവും ആത്മശോധന ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പ്രത്യേക ആത്മശോധന ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലെ ഈ ഹ്യൂമൻ നേച്ചറിലെ മനുഷ്യപ്രകൃതിയിലെ ഓരോ ബലഹീനതകളും നാം കണ്ടെത്തി ആ ബലഹീനതകൾ, മൂലപാപവും തഴക്കദോഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തി അതെല്ലാം നമ്മൾ ഓരോ കുർബാനയിലും സമർപ്പിക്കുമ്പോൾ ഈശോ അത് അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാനത് ഒരു അനുഭവത്തിലൂടെയാണ് പഠിച്ചത്. പ്രിയപ്പെട്ടവരെ, കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ബലഹീനമായ പ്രകൃതിയെ ഈശോ ശക്തിപ്പെടുത്തുമെന്ന് ഒരു ബോധ്യം കിട്ടിയ നാളുകളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ വല്ലപ്പോഴും, എല്ലാ ദിവസവും ഞാനൊരു സന്യാസ വൈദികൻ കൂടി ആയതുകൊണ്ട് വൈകുന്നേരം ആത്മശോധന ചെയ്യാനുള്ള സമയമുണ്ട്. ആ സമയത്തും പിന്നെ ഉച്ച സമയത്തുമൊക്കെ സമയം കിട്ടുമ്പോൾ, അധികം ജോലിയൊന്നുമില്ലാതെ ജീവിച്ച നാടുകളിൽ സ്വഭാവത്തിൻ്റെ കുറവുകൾ കണ്ടെത്താനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു, അസൂയ എന്ന മൂലപാപം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളത് സാധാരണ തമാശയ്ക്ക് പറയുമല്ലോ, സ്ത്രീകൾക്കാണ് അസൂയ കൂടുതൽ, പക്ഷെ പുരുഷന്മാർക്കും നല്ല അസൂയ ഉണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചു. എനിക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവർ സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ. ഞാനങ്ങനെ ആ ദിനങ്ങളിൽ ഈശോയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഉൾക്കാഴ്ച കിട്ടി, കുർബാനയിൽ സമർപ്പിക്കുക. പക്ഷെ കുർബാനയിൽ സമർപ്പിക്കുമ്പോൾ എന്താണ്, മാറി മാറി ഈ സ്വഭാവത്തിലെ വൈകല്യങ്ങളും തഴക്കദോഷങ്ങളും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും എനിക്കത് ഒരു സംതൃപ്തി, അതിനെ അതിജീവിക്കുന്നതായിട്ടുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ദിവസം തിരിച്ചറിഞ്ഞു, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എപ്പോഴൊക്കെയാണ് എൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടാകുന്നത്, അപ്പോൾ ഒരു വൈദികനെക്കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും എന്തോ എൻ്റെ മനസ്സിലേക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റാത്ത ഒരു അസൂയ നിറഞ്ഞ ഒരവസ്ഥയുണ്ടായി. ആ നാളുകളിലാണ് ലിറ്റിൽ ഫ്ലവർ ഫെലോഷിപ്പ് കൂട്ടായ്മയുടെ ഒരു കുർബാന കുടമാളൂർ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിൽ വെച്ചുണ്ടായിരുന്നു. ഞാൻ ഇന്നെന്ന പോലെ ഓർമ്മിക്കുകയാണ്. ജിബിലച്ചനാണെന്ന് കുർബാന അർപ്പിച്ചത്. ആ കുർബാനയുടെ സമയത്ത് ഞാൻ ആ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു ബലഹീനമായ പ്രകൃതിയെ ഞാൻ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു അഹങ്കാരത്തോടെയല്ല പറയുന്നത്. ആ വ്യക്തിയോട് എനിക്ക് തോന്നിയിരുന്ന, പിശാച് സൃഷ്ടിച്ചിരുന്ന അസൂയ പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു എന്നുള്ളത് അഹങ്കാരത്തോടെയല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടി പറയുകയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓരോ കുർബാനയിലും അപ്പവും വീഞ്ഞും സത്താന്തരീകരണം എന്നാണ് അതിൻ്റെ ദൈവശാസ്ത്ര ഭാഷ, ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്നാണ്. അപ്പോൾ എന്താണ്? അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നത് പോലെയുള്ള ഒരു മാറ്റം ഓരോ കുർബാനയിലും സംഭവിക്കുന്നുണ്ട്. എന്താണ്? എൻ്റെ മനുഷ്യപ്രകൃതി ദൈവപ്രകൃതിയായിട്ട് മാറുകയാണ്. എൻ്റെ ഹ്യൂമൻ നേച്ചർ ഡിവൈൻ നേച്ചറായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ മാറ്റം
സംഭവിക്കുന്നില്ലെങ്കിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിരിച്ചറിഞ്ഞുകൊള്ളൂ. ഓരോ കുർബാനയിലും അപ്പം ഈശോയുടെ ശരീരമായി മാറുന്നത് പോലെ ആ തിരുവോസ്തിയിലേക്ക് ചേർക്കപ്പെട്ട എൻ്റെ ശരീരവും എൻ്റെ മനസ്സും മാറും. അങ്ങനെ മാറുന്നില്ലെങ്കിൽ ഒരേ ഒരു കാരണം ഇത് മാത്രമേ ഉള്ളൂ. വീഞ്ഞു മാറുന്നുണ്ട്, ഓസ്തി മാറുന്നുണ്ട്, ഞാൻ മാറുന്നില്ലെങ്കിൽ ഞാൻ അതിനോട് മറുതലിച്ച് നിൽക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. വീഞ്ഞിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ഓസ്തിക്ക് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയില്ല. ആ വീഞ്ഞും ഓസ്തിയും മാറുന്നു. പക്ഷേ നമ്മൾ പിന്നെയും അസൂയുള്ളവരായി, ജഡിക ചിന്തകളുള്ളവരായി, അഹങ്കാരികളായി, കോപിക്കുന്നവരായി പിന്നെയും നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. നമുക്ക് ഫ്രീ വില്ല് ദൈവം തന്നിരിക്കുന്നത് കൊണ്ട്, നമുക്ക് സ്വതന്ത്ര മനസ്സ് തന്നിരിക്കുന്നത് കൊണ്ടാണ്. കർത്താവേ, നാളെ മുതൽ ഈ ഒരു പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അവിടുന്ന് മഹത്വമണിയിച്ചു എന്നുള്ള ആ കുർബാനയിലെ 3-ാം ഗഹന്ത പ്രാർത്ഥനയിലെ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെക്കുറിച്ച് ഓർക്കാൻ, അപ്പവും വീഞ്ഞും അച്ഛൻ ഒരുക്കുന്ന അവസരത്തിൽ കാരോസസ പ്രാർത്ഥനയുടെ സമയത്ത് താഴെ ഹൈക്കലായി നിന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്ന മക്കൾ അവരുടെ ബലഹീനതകളെ, തഴക്കദോഷങ്ങളെ, മൂലപാപങ്ങളെ ഓരോന്നിനെയും ഓരോ ദിവസവും മാറി മാറി സമർപ്പിച്ച് ഈ നോമ്പുകാലം തീരുമ്പോൾ ആ മനുഷ്യപ്രകൃതിയിലേക്ക് ദൈവപ്രകൃതി നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു. കർത്താവെ, ഇവരുടെ ഭവനങ്ങളെയും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയും അങ്ങ് ഏറ്റെടുത്ത് ആശീർവദിക്കണമേ. തിരിച്ചോര കൊണ്ട് ഇവരെ മുദ്ര ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാമെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.